ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന്. അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ പൂഞ്ച് അടക്കം മേഖലകളിൽ ഷെൽട്ടറുകൾ തുറന്നും പരിശോധനകൾ ശക്തമാക്കിയും ജാഗ്രതയിലാണ് രാജ്യം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പാക് സന്ദർശനത്തിനു പിന്നാലെയാണ് അരാഗ്ചിയുടെ ഇന്ത്യ സന്ദർശനം. പാകിസ്ഥാന് വൻ പ്രഹരമേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് പാർലമെന്റ് ലൈബ്രറി കെട്ടിടത്തിലാണ് യോഗം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ബുധനാഴ്ച പാകിസ്ഥാനുമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായി അമിത്ഷാ യോഗം ചേർന്നിരുന്നു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിമാരുമായാണ് യോഗം ചേർന്നത്. തിരിച്ചടിക്കുമെന്ന പാക് ഭീഷണിയിൽ ജാഗ്രത തുടരുകയാണ് ഇന്ത്യ. കുട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാർ കൊല്ലപ്പെട്ട് പൂഞ്ച് രജൌരി ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ഷെൽട്ടർ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇന്ത്യ. ആദ്യഘട്ടം പൂഞ്ച് ജില്ലയിൽ 9 ഷെൽട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. വ്യോമാക്രമണം അടക്കം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായി പരീക്ഷിച്ച ബ്ലാക്ക് ഔട്ട് ഡ്രില്ലും വിജയകരമായി. വിവിധ സംസ്ഥാനങ്ങളിലെ രാജ്ഭവൻ അടക്കം സുപ്രധാന കേന്ദ്രങ്ങൾ ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായി. ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രിയുടെ വസതിയും ഒഴിവാക്കിയായിരുന്നു ബ്ലാക്ക് ഔട്ട്. ആശുപത്രി ഐസിയുകൾ അടക്കം അടിയന്തര സേവനങ്ങളെ ഒഴിവാക്കിയിരുന്നു. മുംബൈ നഗരത്തിൽ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു ബ്ലാക്ക് ഔട്ട് ഡ്രിൽ. പെഹൽഗാം ഭീകരരെ കണ്ടെത്താനുള്ള സുരക്ഷാ സേനയുടെ തിരച്ചിൽ ഈ ദിവസങ്ങളിലും ഊർജിതമായി തുടരുകയാണ്. ഏപ്രിൽ 22-ന് ശേഷം ഭീകരരുടെയും സഹായികളുടേതുമടക്കം 100-ലധികം കേന്ദ്രങ്ങളിൽ ശ്രീനഗർ പോലീസ് റെയ്ഡ് നടത്തി. ബുധനാഴ്ച മാത്രം നഗരത്തിലെ 30-ലധികം മേഖലകളിലാണ് ജമ്മുകാശ്മീർ പോലീസ് പരിശോധന നടത്തിയത്. പഴുതടച്ച അന്വേഷണത്തിന് ലക്ഷ്യമിടുന്ന NIA പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള പ്രയത്നത്തിലാണ്. നിർണായകമായേക്കാവുന്ന എന്ത് വിവരങ്ങളും കൈവശമുള്ളവർ ഏജൻസിയെ ബന്ധപ്പെടണമെന്നാണ് NIA-യുടെ പുതിയ നിർദ്ദേശം. ഇതിനിടെ ദ്വിദിന സന്ദർശനത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യാഴാഴ്ച ഇന്ത്യയിലെത്തും. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർ വികാസങ്ങളിലുടനീളം ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു ഇറാൻ. ഇന്ത്യ-ഇറാൻ ജോയിന്റ് കമ്മീഷന്റെ ഭാഗമായുള്ള അരാഗ്ചിയുടെ സന്ദർശനം പെഹൽഗാമിന് മുൻപേ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതാണ്. എന്നാൽ മുൻ നിശ്ചയിച്ച ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കപ്പുറം ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.